ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതികഠിനമായ ഒന്നരാഴ്ചയായിരുന്നു കഴിഞ്ഞു പോയത്. ഇപ്പോൾ നിങ്ങളടുത്ത് സംസാരിക്കാനുള്ള ഒരു സ്റ്റാമിന കൈവന്നെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ഇതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ആയിട്ട് മുന്നോട്ട് വന്നത് പോലും. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നൊരു വിഷയം അല്ലെങ്കിൽ കാണിക്കാൻ പോകുന്നൊരു വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. കാരണം നമ്മളെല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന വലിയൊരു അപകടമാണ്. അതായത് എന്താ പറയുക, ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ആദ്യം നമ്മൾ ഓർക്കും, ആ ഒരു ഫോട്ടോയും അതിൻ്റെ തമ്പനയിലൊക്കെ കാണുമ്പോൾ നമ്മൾ ഓർക്കും ആ ഒരു ലേഡിയുടെ അല്ലെങ്കിൽ ആ ഒരു സഹോദരിയുടെ ഫേസിൽ നല്ല രീതിയിൽ എന്തോ പൊള്ളിയ പോലത്തെ ഒരു ഇതുണ്ട്. അപ്പൊ ആദ്യം നമ്മളത് ആ ഒരു തമ്പനയിൽ കാണുമ്പോൾ വിചാരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയോ മുഖത്ത് എന്തൊക്കെയോ വാരി തേച്ചിട്ട് പൊള്ളിയ പോലെയാണ് ആദ്യം തോന്നിയത്. അപ്പോ അങ്ങനെ ആ വീഡിയോ കയറി നോക്കിയപ്പോഴാണ് എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്ന് മനസ്സിലായത്. അതായത് അടുക്കളയിൽ, പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകളാണല്ലേ ഇതുപോലുള്ള അടുക്കള കാര്യങ്ങളാണ്, അല്ലെ അടുക്കള ജോലിയും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ചെയ്യുന്നത് സ്ത്രീകൾ തന്നെയാണ്. അപ്പൊ കണ്ടിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. അതായത് ഒരു സഹോദരി അടുക്കളയില് പാചകം ചെയ്യുന്നതിൻ്റെ ഇടയിൽ കുക്കർ പൊട്ടിത്തെറിച്ച് ഉണ്ടായ ഒരു അപകടം. എന്തോ കറിയോ മറ്റോ ആയിരുന്നു. അതിന്റെ എന്താ പ്രഷർ മൊത്തം പോയി തീരാതെ മറ്റോ തുറന്നപ്പോൾ അത് ആ കറി നേരെ അവരുടെ മുഖത്തേക്ക് വീഴുകയും അത് ആ ഒരു രീതിയിൽ അത്രയും ഒരു എന്താ പറയുക, അത് കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു, അത് അനുഭവിച്ചവർക്ക് അതിന്റെ, നമുക്കിപ്പോ കാണുമ്പോൾ പോലും നമുക്ക് അയ്യോ അത് കാണുമ്പോൾ വല്ലാത്തൊരു ഭയാ തോന്നുന്നത്. അപ്പൊ അത് അനുഭവിച്ച ആ ആളുടെ ആ ഒരു സഹോദരിയുടെ അവസ്ഥ എന്തായിരിക്കും, എന്തായാലും എന്താണ് അവർക്ക് സംഭവിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ആ ഒരു സഹോദരി അവരുടെ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് അതൊന്ന് കാണാം. കഴിഞ്ഞ ഒന്നരാഴ്ച, ഏകദേശം ഒരു 10 ദിവസത്തോളമായിട്ട് എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മെൻ്റലി ആൻഡ് ഫിസിക്കലി ഉള്ള ട്രോമ എത്രത്തോളം ആയിരിക്കണം എന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ അതിൽ നിന്ന് ഞാൻ ഉൾക്കൊണ്ട കുറച്ച് പാഠങ്ങളുണ്ട്. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നി. അതിനുള്ളൊരു നല്ല വഴി എന്ന് പറയുന്നത് ഞാനൊരു ചാനൽ തുടങ്ങി അതിൽ കൂടെ നിങ്ങളെ അറിയിക്കുന്നതാണെന്ന്. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇന്നലെ ആദ്യമായിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഷോർട്ട് വീഡിയോ ആയിരുന്നു. നിങ്ങൾ ഒരുപാട് പേര് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്തതിൻ്റെ ശേഷം കുറേ പേരെന്നെ വിളിച്ചു, മെസ്സേജ് അയച്ചു. സന്തോഷം, വളരെ സന്തോഷം. അത്രയും പേര് നമ്മളെ കാര്യങ്ങളൊക്കെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ ശരിക്കും ഹാപ്പിയാണ് തോന്നിയത്. പക്ഷേ അതിൽ കൂടുതൽ പേരും വിളിച്ചിട്ട് ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് വന്നതിൻ്റെ വല്ല റിയാക്ഷൻ ആണോ എന്നായിരുന്നു. ആക്ച്വലി അവരെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഞാൻ ആ വീഡിയോയുടെ എവിടെയും ഞാൻ അതിൻ്റെ ഒരു തരത്തിലുള്ള ക്ലാരിഫിക്കേഷനും കൊടുത്തിരുന്നില്ല എന്നുള്ളത് സത്യമാണ്. ഏകദേശം 1.5 ആഴ്ച മുൻപ് എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ഒരു കുക്കർ ആക്സിഡൻ്റ് ആയിരുന്നു. എൻ്റെ കിച്ചണിൽ തന്നെയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതിനോടനുബന്ധിച്ച് കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതികഠിനമായ 1.5 ആഴ്ചയായിരുന്നു കഴിഞ്ഞു പോയത്. ഇപ്പോൾ നിങ്ങളടുത്ത് സംസാരിക്കാനുള്ള ഒരു സ്റ്റാമിന കൈവന്നെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ഇതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ആയിട്ട് മുന്നോട്ട് വന്നത് പോലും. അപ്പോൾ എന്താ ആക്ച്വലി ഉണ്ടായതെന്ന് വെച്ചാൽ, കിച്ചണിൽ ഞാൻ സ്റ്റൗവൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രഷർ റിലീസ് ചെയ്ത കുക്കറായിരുന്നു. സ്പൂണ് വെച്ച് ഞാൻ ആദ്യം പ്രഷറൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തിരക്ക് കൂടുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ വെയിറ്റ് എടുത്തിട്ട് ഞാൻ താഴേക്ക് ഇറക്കി വെച്ചു. പിന്നെയും കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഞാനത് വന്ന് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ വെയിറ്റും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫുൾ എയറും റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മൈൻഡിൽ പ്രഷർ ഫുൾ പോയി കാണും എന്ന് തന്നെയായിരുന്നു. അപ്പം ഞാനൊന്ന് തുറക്കാൻ ശ്രമിച്ചപ്പോൾ അല്പം ടൈറ്റ് ഉണ്ടായിരുന്നു, സത്യമാണ്. ഞാൻ പക്ഷേ കുറച്ച് ബലം പ്രയോഗിച്ചു. തുറന്നത് മാത്രം ബലം പ്രയോഗിച്ച അറ്റ് ദ മൊമെൻറ്റ് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ കുറച്ച് സമയത്തേക്ക് ഫുൾ ബ്ലാങ്ക് ആയിരുന്നു. അതിലുണ്ടായിരുന്ന കറി മൊത്തം എൻ്റെ മുഖത്തേക്ക് അടിച്ചുണ്ട് കയറുക ചെയ്തത്.
ഭയങ്കര, ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. എന്താണ് ചെയ്യേണ്ടതെന്ന് കുറച്ച് സമയത്തേക്ക് എനിക്ക് ഒന്നിനെ പറ്റിയിട്ടും ആലോചിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പോൾ ഒരു 2-3 ദിവസം വരെ വളരെയധികം സ്ട്രഗിൾ ചെയ്ത ഒരാഴ്ച തന്നെയായിരുന്നു. ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് എന്തിനാണ് അത് പബ്ലിക്കിൻ്റെ മുന്നിലേക്ക് എത്തിക്കുന്നതെന്ന് പലരും ചിന്തിച്ചേക്കാം. പക്ഷെ എൻ്റേതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. നമ്മുടെ കിച്ചണിൽ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിച്ചേക്കാവുന്നതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സഹോദരിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ വല്ലാത്തൊരു ഭയമാണ് തോന്നുന്നത് അല്ലെ. അത്രയും വലിയൊരു അപകടം ഉണ്ടായി. അവര് പറയുന്നുണ്ട് ആ ഒരു സമയത്ത് എന്താണ് സംഭവിച്ചതെന്ന് പോലും അറിയത്തില്ല. അത് പൊട്ടിത്തെറിച്ച ആ ഒരു സമയത്ത് പിന്നുള്ള എല്ലാം ബ്ലാങ്ക് ആയിരുന്നു എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ആ ഒരു സഹോദരിക്ക് അത്രയും ധൈര്യം ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു സമയത്ത് പിടിച്ചു നിന്നു. ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് തന്നെ ബോധം പോയിട്ടുണ്ടാവും. അപ്പോൾ ദയവ് ചെയ്ത് നമ്മളെല്ലാവരും സ്ത്രീകളെ, ഈ ഞാൻ ഉൾപ്പെടെ അടുക്കളയിൽ ജോലിയും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതാണ്. നമ്മൾ സൂക്ഷിക്കുക. കാരണം നമ്മൾ എപ്പോഴും ചിലപ്പോൾ നമ്മൾ കുക്കർ ഉപയോഗിക്കുന്നവരായിരിക്കാം, എങ്കിൽ പോലും ഇതുപോലുള്ള അപകടങ്ങൾ ഉണ്ടാകാൻ ഒരു നിമിഷം മതി. ഇപ്പൊ അവര് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ കുക്കറിന്റെ ആവി നന്നായിട്ട് പോയി കളഞ്ഞിരുന്നു, പക്ഷെ ഒരു കുറച്ച് ആവി, അതായത് കുറച്ച് പ്രഷർ അതിലുണ്ടായിരുന്നു. അത് തുറന്ന സമയത്ത്, ശക്തിയിൽ തുറന്ന സമയത്താണ് ഇത്രയും വലിയൊരു അപകടം ഉണ്ടായത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ആ മുഖം പൊള്ളിയ സ്ഥാനത്ത് ആ കണ്ണിലേക്ക് വീണ് കണ്ണിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ ദയവ് ചെയ്ത് ഇതൊക്കെ, ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ മാക്സിമം ഷെയർ ചെയ്യണം. കാരണം ഇതൊക്കെ ആൾക്കാരിലേക്ക് എത്തിക്കണം. ഇതൊക്കെ നമുക്കൊരു എന്താ പറയാ, ഒരു ഇൻഫർമേഷൻ തന്നെയാണ്. നമ്മളെല്ലാവരും, സ്ത്രീകളെല്ലാവരും അടുക്കളയിൽ ഇതുപോലുള്ള ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന, ഇതുപോലുള്ള ഓരോരോ ചെറിയ ചെറിയ മിസ്റ്റേക്ക് മതി വലിയ അപകടങ്ങളായിട്ട് അത് മാറാനായിട്ട്. കാരണം പ്രത്യേകിച്ച് നമ്മുടെ വീടുകളിലൊക്കെ മക്കളും കുഞ്ഞുമക്കളും പ്രായമായവരൊക്കെ ഉണ്ടാവും. ഈ ഒരു അപകടം ഈ പൊട്ടിത്തെറിക്കുന്ന സമയത്ത് അത് എത്ര വലിയ അപകടമായിട്ട് വേണമെങ്കിലും സംഭവിക്കാം. അപ്പൊ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക. എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഇതിന്റെ ഒറിജിനൽ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ദയവ് ചെയ്ത് ഈ വീഡിയോസ് കാര്യങ്ങളെല്ലാം മാക്സിമം ഷെയർ ചെയ്യുക. കാരണം ആൾക്കാരിലേക്ക് ഇതൊരു ഇൻഫർമേഷൻ പോലെ എത്തട്ടെ. എല്ലാവർക്കും ഇതൊരു ഒരു പാഠമായിരിക്കണം. ഇപ്പൊ എനിക്ക് തന്നെ, ഞാനാണെങ്കിൽ പോലും കുക്കറിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണ്. അപ്പൊ ഇത് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് മതി. ഇപ്പൊ കണ്ടില്ല, ആ ഒരു സഹോദരിയുടെ മുഖം മൊത്തം പൊള്ളി അവരെന്തോരം വേദന അനുഭവിച്ചിട്ടുണ്ടല്ലോ. അവര് തന്നെ പറയുന്നുണ്ട് കഴിഞ്ഞ ഒരാഴ്ച അവരനുഭവിച്ച വേദന നമുക്ക് കാണുമ്പോൾ തന്നെ ഭയം തോന്നുവാണ്. അപ്പൊ ആ വേദനയും അത് അനുഭവിച്ച അവരുടെ അവസ്ഥ എന്തായിരിക്കും. അപ്പൊ എനിക്ക് പറയാനുള്ള, ദയവ് ചെയ്ത് ഇതുപോലുള്ള അബദ്ധങ്ങൾ ആർക്കും പറ്റാതിരിക്കട്ടെ. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക.